വിവാഹം എന്നതിന് പകരം സോൾമേറ്റ് എന്ന സങ്കല്പം കൂടുതൽ നല്ലതാണോ? സങ്കല്പം എന്താണെന്നതിൽ പ്രസക്തിയില്ല. പ്രസക്തി സത്യത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിലാണ്. നമുക്ക് വേണമെങ്കിൽ വാക്കുകൾ മാറ്റാം. വിവാഹം എന്ന പേര് മാറ്റി സോൾമേറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ മാറുന്നില്ലല്ലോ. വിവാഹം എങ്ങനെ നരകമാക്കി മാറ്റിയോ അങ്ങനെ തന്നെ സോൾമേറ്റിനെ നരകമാക്കി മാറ്റും. കാരണം മാറിയത് വാക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒന്നും മാറിയിട്ടില്ല. വിഷം നിറച്ചു വച്ചിരിക്കുന്ന ഒരു കുപ്പിയിൽ അതിൻ്റെ പുറത്തൊട്ടിച്ച് വെച്ചിരിക്കുന്ന ലേബിൾ മാറ്റിയിട്ട് തേൻ എന്നെഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതെടുത്ത് കഴിക്കുമോ? ഒരിക്കലുമില്ല. കാരണം കുപ്പിക്കകത്തുള്ള കാര്യം മാറിയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആൾ മാറിയിട്ടില്ല, ലേബിൾ മാത്രമേ മാറിയിട്ടുള്ളൂ. ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം, വിവാഹങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസിക്കാൻ സാധിക്കാത്ത പ്രതീക്ഷകൾ. പലരും വിവാഹത്തെ വിശ്വസിക്കാൻ സാധിക്കാത്ത പ്രതീക്ഷകളിലേക്ക് ഉയർത്തുന്നു. ചിലർ വിവാഹത്തെ എന്തൊക്കെയോ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മിക്കവരുടെയും ഉദ്ദേശം മോശമല്ല. പലപ്പോഴും പലരുടെയും ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷെ അറിവ് വളരെ കുറവാണ്. ഇവർ വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ കുറച്ചാണ്. ചില കേസിൽ ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ളവർ സ്വർഗം പോലെ ഇരിക്കേണ്ട ഒന്നിനെ നരകമാക്കി മാറ്റുന്നു. ഇത് മനുഷ്യൻ ഇന്ന് തുടങ്ങിയൊരു കാര്യമല്ല. എത്രയോ നാളായി മനുഷ്യർ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഒടുവിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവൻ പുതിയ പുതിയ വാക്കുകൾ അന്വേഷിക്കുന്നു. സോൾമേറ്റ്സ് എന്ന വാക്ക് അവൻ വിവാഹത്തിന് പകരം ഉപയോഗിക്കാൻ ചിന്തിക്കുന്നു. അവൻ വാക്കുകൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. സ്വയം മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതേയില്ല. എന്നാൽ പ്രശ്നം വാക്കിലല്ല, മനുഷ്യനിലാണ്. സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹം ഒഴിച്ച് ബാക്കിയെല്ലാം സംഭവിക്കുന്നുണ്ട്. മിക്ക വിവാഹങ്ങളും യുദ്ധക്കളങ്ങളാണ്. രണ്ടുപേർ തമ്മിൽ പൊരുതുകയാണ്. ജയിക്കാൻ, തോൽപ്പിക്കാൻ, ഒരാൾക്കൊരാളെ ഡോമിനേറ്റ് ചെയ്യാൻ. ഒരേ വീട്ടിൽ രണ്ട് ശത്രുക്കൾ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയാണ്. കഷ്ടമെന്നാൽ രണ്ടുപേരും പ്രതീക്ഷിക്കുകയാണ്, മറ്റേയാൾ എന്നെ സ്നേഹിക്കട്ടെ എന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക. പല വിഷയങ്ങൾ, പലരുടെയും കാഴ്ചപ്പാടുകൾ, പലതരം അറിവുകൾ, ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അത്തരത്തിലൊരു വീഡിയോ ആയിരുന്നു ഇതും. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം അതും കമൻസിലൂടെ അറിയിക്കുക.